SHAMNA Shanavas Nakshathra 916 Golden Diamonds. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കിടിലനായിട്ടുള്ള 10 പവന്റെ വിവാഹ സെറ്റ് ആണ്. 10 എന്ന് പറയുമ്പോൾ ഞാൻ ചോക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ കാശി നെക്ലസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ ഡിസൈൻസും ഉൾപ്പെടുത്തിയിട്ടാണ് കളിയൂഞ്ഞൽ അങ്ങനെ എല്ലാ ഡിസൈനും ഉൾപ്പെടുത്തി വന്നേക്കുന്ന ഒരു കിടിലനായിട്ടുള്ള 10 പവന്റെ നമ്മുടെ വെഡിങ് സെറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. പിന്നെ എല്ലാവർക്കും അറിയാലേ ഇന്ന് അക്ഷയ തൃതീയാണ്, പക്ഷെ നമുക്ക് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. രാവിലെ ഗോൾഡ് റേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം, ഓൺലൈൻ വഴി നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം. അപ്പൊ എന്റെ നമ്പറിലേക്ക് വിളിക്കാം, അതിനുശേഷം നമുക്ക് ഷോപ്പ് തുറന്നിട്ടാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ അല്ലെ. അപ്പൊ ആർക്കെങ്കിലും റേറ്റ് ബ്ലോക്കിങ്ങും കൂടെ നടക്കൂട്ടോ, അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഓൺലൈൻ വഴിയാണെങ്കിലും ഇനിയിപ്പോ ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഷോപ്പ് തുറന്നതിന് ശേഷം നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രാവിലത്തെ ഗോൾഡ് റേറ്റ് കാണുക, അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിളിച്ചാൽ മതി, ഇന്ന് വിളിച്ചോട്ടെ, അതിന് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം അല്ലെ. നല്ല കിടിലനായിട്ടുള്ള 10 പവന്റെ വിവാഹ സെറ്റ്, പിന്നെ ചോക്കറിന്റെ കളക്ഷൻസും ഞാൻ ഇന്ന് ഉച്ചക്ക് തന്നെ അതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോക്കർ അല്ല വേറെ ചോക്കേഴ്സ് ആണ് ഇഷ്ടമാണെങ്കിലും അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടോട്ടോ. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു 10 പവന്റെ വിവാഹ സെറ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോക്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ ചോക്കർ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 2 പവന്റെ ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. വെറും 2 പവനിൽ സൂപ്പർ ആയിട്ടുള്ള ചോക്കർ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചോക്കർ അല്ലെങ്കിൽ ഒരു 10 പവൻ 5 പവൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ ചോക്കറൊക്കെ. പക്ഷെ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ ചോക്കർ കിട്ടുന്നുണ്ട്. ഈ 2 പവന്റെ ചോക്കർ കളക്ഷൻസ് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക നമ്മുടെ 2 പവന്റെ മാത്രമുള്ള വീഡിയോയുടെ സെറ്റ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഓരോ മോഡൽസ്. ഫസ്റ്റ് നമ്മുടെ ചോക്കർ നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും ടോപ്പ് പോർഷനിൽ വന്നേക്കുന്നത് ഒരു ഇങ്ങനെ ബോൾസ് ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ബോൾസ് പോലെ വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ പൊള്ളയായിട്ടാണ് വന്നേക്കുന്നത്. മാക്സിമം പൊലിമയില് നമുക്ക് ഔട്ട്സൈഡ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് നോക്കിക്കേ, താഴത്തേക്ക് ഒരു കമ്പി മോഡലാണ് വന്നേക്കുന്നത്. കമ്പിയുടെ ഒരു നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. അതിന് താഴെ പ്ലെയിൻ ആയിട്ട് ഡോട്ടഡ് ഗ്രിപ്പ് ഡിസൈനിൽ ഒരു ഗ്ലേസിംഗ് ഡിസൈനില് ഫുള്ളും വന്നിട്ട് അതിനകത്തൊരു ഫ്ലവർ വന്നപ്പോ നല്ലൊരു ഭംഗിയിലാണ് നിൽക്കുന്നത് അല്ലെ. നടുക്കൊരു കുഞ്ഞ് സ്റ്റോൺ ഒക്കെ ഇട്ട്. എന്നിട്ട് ആ ചോക്കറിന് തന്നെ താഴത്തെ പോർഷൻ നോക്കിക്കേ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പോർഷൻ ആണ്. വിത്ത് താഴെ ഒരു 3 ഹാങ്ങിങ്ങും കൂടെ നിൽപ്പുണ്ട്. അപ്പൊ കുറച്ചും കൂടെ അതിന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചോക്കറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന് അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമ്മുടെ സ്യൂട്ട് ആവണ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഈ ഒരു ചോക്കർ ടൈപ്പൊക്കെ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ അതിന്റെ വെയിറ്റ് 2 പവൻ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന മോഡൽസ് നിങ്ങൾക്ക് ഓരോന്നായിട്ടുണ്ടെങ്കിലും എടുക്കാം, തീർച്ചയായിട്ടും സെറ്റ് ആയിട്ട് എടുക്കണം എന്നില്ല. ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെങ്കിലും നമുക്ക് ഒരെണ്ണമായിട്ടാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഞാൻ ഇവിടെ വെച്ചേക്കുന്ന കാശിമാലയാണ്. നല്ല അടിപൊളിയായിട്ട് ഇതിനും പൊള്ള ടൈപ്പും ഉണ്ട്. ഇത് അത്രക്ക് പൊള്ളയല്ലാത്ത ടൈപ്പില് 4.5 ഗ്രാമിൽ വരുന്നതാണ്. ഇത് കുഞ്ഞ് റെഡ് സ്റ്റോൺ ഒക്കെ ഇട്ട് നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഡിസൈൻ ആണിത്. കണ്ടോ, നല്ല ഭംഗി. നമുക്ക് ഇങ്ങോട്ട് ബോംബെ ചെയിൻ ആയിരിക്കും. നമുക്ക് പൊള്ള ടൈപ്പിലാണെങ്കിൽ ബോംബെ ചെയിൻ അല്ലാതെ പൊള്ള വർക്ക് തന്നെ ഫുള്ളും വരുന്നതുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പിച്ചിമൊട്ട് വരുന്ന രീതിയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അതാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് 3ാമത്തെ മാലയിലേക്ക് പോകാം. 3ാമത്തെ മാല നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ട് ഈ ഒരു ലെയർ തൊട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 3ാമത്തെ മാലയിലേക്ക് പോകാം. 3ാമത്തെ മാല നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പാലക്കയാണ്. 11 ഗ്രാമിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെയാണ് നല്ല ബോംബെ ചെയിൻ അല്ലെ. ചുറ്റും അപ്പുറം ഇപ്പുറം ബോംബെ ചെയിൻ വന്നിട്ട് താഴെ നമ്മുടെ പെൻഡന്റിന്റെ അവിടെ താഴെ റൗണ്ടില് റോസ് സ്റ്റോൺ ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലക്കയാണ്. ഇതൊക്കെ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനല്ലെങ്കിൽ പോലും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരൊറ്റ മാലയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇടണമെന്നില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മാലയിട്ട് ഇട്ടാൽ ഇപ്പൊ ഈ കാണിക്കുന്ന മോഡല് എല്ലാം തന്നെ പ്രയോജനമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സെറ്റ് അറേഞ്ച് ചെയ്തത്. അപ്പൊ നോക്കിയാ പാലക്ക നോക്കിയാൽ അപ്പുറം ഇപ്പുറം പാലക്ക വന്നിട്ട് നടുക്ക് പോർഷനില് റൗണ്ടില് വിത്ത് സ്റ്റോൺ ആയിട്ട് താഴെ കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ് ആയിട്ട് അല്ലെ, നല്ല കുഞ്ഞു കുഞ്ഞു മണികളായിട്ട് വന്നേക്കുവാണ്.
നല്ല അടിപൊളി മോഡലാണ് കേട്ടോ. 11 ഗ്രാമേയുള്ളൂ അതിന്റെ വെയിറ്റ്. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം. നാലാമത്തെ നോക്കിക്കേ, ഒരു പെൻഡൻ ടൈപ്പാണ് വന്നേക്കുന്നത്. കണ്ടോ, പെൻഡൻ ടൈപ്പില് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ വന്നേക്കുവാണ്. ഒരു ഹാർട്ട് പോലെ നമുക്ക് പറയാൻ പറ്റില്ല, മാക്സിമം കൊള്ളപ്പണിയില് 1 പവനില് നല്ല സൂപ്പർ ആയിട്ട് പെൻഡൻ ടൈപ്പ് വന്നേക്കുവാണ്. നടുക്ക് റൗണ്ട് മോഡൽ അല്ലെ. പെൻഡൻ ടൈപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു ലോക്കറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട്. കളിയൂഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ആർക്കും കളിയൂഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. കളിയൂഞ്ഞാൽ ഇല്ലാത്ത കളിയില്ല, കളിയൂഞ്ഞാൽ എപ്പോഴും ഹൈലൈറ്റ് ആണ്. കളിയൂഞ്ഞാൽ കൂടുതൽ ചൂസ് ചെയ്യണ എന്താന്ന് വെച്ചാൽ ആ കളിയൂഞ്ഞാലിന്റെ സാധനം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ആ ഒരു പോർഷൻ കവർ ചെയ്ത് കിടക്കും. അതിനുവേണ്ടി മാത്രമാണ് കളിയൂഞ്ഞാൽ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് എടുക്കുന്നില്ല. ഇനി ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അവർക്ക് വേണ്ടി വേറെ വീഡിയോ ഇട്ടാണെങ്കിൽ ഇടാം. അപ്പൊ ആ മോഡൽ കണ്ടില്ലേ. ഇനി അറ്റ് ലാസ്റ്റ് താഴെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാല് 2 പവന്റെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഹാർട്ട് മോഡല് പെൻഡന്റിന്റെ നെക്ലസ് ആണ്. ഷോ ചെയിൻ ആണ്. നല്ല സൂപ്പർ മോഡൽ അല്ലേ. കണ്ടോ, ഈ ഒരു ഹാർട്ട് പോർഷൻ നോക്കിക്കേ, ഫുള്ളായിട്ട് ഹാർട്ട്, എന്നിട്ട് നടുക്ക് കുഞ്ഞു കുഞ്ഞ് ഒരു ഡോട്ടഡ് ഡിസൈൻ ആയിട്ട് വന്നേക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് 5 പവന്റെ ഒരു സെറ്റില് ഈ ഒരു മോഡലിൽ കളിയൂഞ്ഞാൽ ടൈപ്പ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ പെൻഡൻ ടൈപ്പ് ഉണ്ടെന്ന് ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ അതും ഇതുമായിട്ട് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കളിയൂഞ്ഞാല് ഇതിന്റെ തന്നെ സെയിം കളിയൂഞ്ഞാലും ഉണ്ട്. അപ്പൊ നമുക്ക് അത് ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി ഇതേപോലെ കളിയൂഞ്ഞാൽ ഇഷ്ടമല്ല എന്നുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ഹാർട്ട് മോഡല് പെൻഡൻ ടൈപ്പ് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു വർക്കൊക്കെ നോക്കിക്കേ നിങ്ങള്, കണ്ടോ, നല്ലൊരു ഡിസൈനിൽ വരുന്നതാണല്ലേ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും 2 പവന്റേക്ക് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ നെക്ലസിന്റെ ഫുൾ സെറ്റ് വരുന്നത്. 1 2 3 4 5 നെക്ലസ് ആണ് നമുക്ക്. അത് വെറും 10 പവനിലാണെന്ന് നിങ്ങൾ ഓർക്കണം. 10 പവനിൽ നല്ല സൂപ്പർ ആയിട്ട് BIS 916 ഹോൾമാർക്കിൽ നല്ല സൂപ്പർ ആയിട്ട് ലൈറ്റ് വെയിറ്റിൽ ചെയ്തേക്കുന്ന ഡിസൈൻസ് ആണ്. ഇനി നമുക്ക് വളയിലോട്ട് പോയാലോ. ഞാൻ 3 ഗ്രാമിന്റെ വളയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 5 മുതൽ 4 ഗ്രാമിന്റെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ 3 ഗ്രാമിന്റെ വീതം 6 ബാംഗിൾസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഒരേ ഡിസൈൻ തന്നെ ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ഒരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അതേപോലെ വേറെ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ തന്നെ നല്ലൊരു മോഡൽ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 3 ഗ്രാം മാറ്റി വേണമെങ്കിൽ കൈച്ചെയിൻ എടുക്കാം, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഒരു വെഡിങ് ഇതായതുകൊണ്ട് ഞാൻ വള മാത്രം സെറ്റ് ചെയ്തേ ഉള്ളൂ. കാരണം അത്ര ഒരു നല്ലൊരു രീതിയിൽ വന്നേക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് 6 എണ്ണമായിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 എണ്ണം വേറെ ഡിസൈൻ, 2 എണ്ണം വേറെ ഡിസൈൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം 3 ഗ്രാം തൊട്ട് ലൈറ്റ് വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ബാങ്കിലിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പുറത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, ഒരു ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസത്തില് നല്ലൊരു ഡിസൈനിൽ നമുക്ക് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതല്ല 4 ഗ്രാമിന്റെ വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് 4 ഗ്രാമിന്റെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ, വള കണ്ടല്ലോ. ഇനി നമുക്ക് കമ്മലിലേക്ക് പോയാലോ. കമ്മൽ നിങ്ങൾ നോക്കിക്കേ, 2 ഗ്രാമിന്റെ നല്ല ഒരു ഹാങ്ങിങ് ഉള്ള മോഡൽസിൽ വന്നേക്കുന്നതാണ്. ഇനി അത് കൂടാതെ വേറെ രീതിയിലാണെങ്കിലും എടുക്കാം. 1 2 3 കമ്മലാണെങ്കിൽ എടുക്കാം, ജിമിക്കാണെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഞാനിപ്പോ കളിയൂഞ്ഞാൽ ടൈപ്പ് വെക്കാത്തത് കൊണ്ടാണ് കളിയൂഞ്ഞാലിന്റെ ആ ഒരു മോഡൽ വെക്കാത്തത്. ഇത് ചെറിയൊരു ഹാങ്ങിങ് വരുന്ന രീതിയിലുള്ള 2 ഗ്രാമിന്റെ ഒരു ഇച്ചിരി ഇറക്കത്തിൽ വരുന്ന ഒരു സ്റ്റഡാണ്. സ്റ്റഡ് എന്നല്ല, ഹാങ്ങിങ് ഉള്ള ഒരു കമ്മൽ എന്ന് പറയാം. ഇനി ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, അതിൻ്റെ കൂടി ഞാൻ ഒരു 1/2 പവന്റെ നമ്മുടെ ബോക്സ് ചെയിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ പേരൊക്കെ പാദസരി ഇടും, കുറെ പേരൊന്നും പാദസരി ഇടില്ല. ഇനി പാദസരി ഇടാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇടാതിരിക്കരുത്. കാരണം ആ ഒരു ദിവസമാണ് നമ്മൾ മാക്സിമം നമ്മൾ തിളങ്ങണം അല്ലെ, മറ്റുള്ളവരുടെ മുന്നില് മാക്സിമം നമ്മൾ ആഭരണങ്ങൾ ഇട്ട് എല്ലാവരുടെ മുന്നിൽ നല്ല സൂപ്പറായിട്ട് നിൽക്കാനാണ് ഏതൊരു മണവാട്ടിയുടെയും ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പാദസരം മാത്രം ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മുടെ നക്ഷത്രയിൽ 1/2 പവൻ മുതലുള്ള പാദസരങ്ങളും ഉണ്ട്.
അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ബോക്സ് ചെയിനോ അല്ലെങ്കിൽ നമ്മുടെ പരസ്പരം പേള് വെച്ചത്, കരിമണി, കുറെ മോഡൽസ് ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതാണെങ്കിലും ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ റിങ് കാണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരു 800 മില്ലിയുടെ ഒരു റിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് 1/2 ഗ്രാമിന്റെ 2 എടുക്കാം, അല്ലെ 1 ഗ്രാമിന്റെ എടുക്കാം. ഇതിനനുസരിച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു 800 മില്ലിയുടെ 1 ഗ്രാം താഴെ ഉള്ള ഒരു സ്റ്റഡ് അല്ല, ഒരു റിങ് ആണ്. കണ്ടോ, 2 ലെയർ വന്നേക്കുന്നത്. ഒറ്റ റിങ്ങേ വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൂടുതലും കിട്ടുമല്ലോ അല്ലേ. കണ്ടല്ലോ, നല്ലൊരു വെറൈറ്റിയിൽ വന്നേക്കുന്ന ഒരു റിങ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 10 പവനിൽ വരുന്ന ഒരു ഫുൾ സെറ്റ് ആണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത്. ഇനിയിപ്പോ കുറെ പേര് പറയും ഷോമാലകൾ മാത്രമായിട്ട് മതി 10 പവനില്, വേറെ ഒന്നും കാണിക്കണ്ട, വളവേണ്ട. അവർക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടാം. ഇതിപ്പോ നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് ഫുൾ സെറ്റ് ആയിട്ട് ചെയ്താലേ ആ ഒരു ഭംഗി വരുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ 10 പവന്റെ ഫുൾ സെറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വളരെ ക്യൂട്ടായിട്ടുള്ള 10 പവന്റെ വിവാഹ സെറ്റ് ആണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഡ്വാൻസ് ബുക്കിങ്ങിന്റെ കാര്യം ആരും മറക്കരുത്. ഞാൻ ഈ വീഡിയോയിലും നമ്മുടെ രാവിലത്തെ ഗോൾഡ് റേറ്റ് വീഡിയോയിലും ഒക്കെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.